നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു. യുവിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. വൈക്കം സമരജ്വാലയ്ക്ക് ശനിയാഴ്ച 100. വിവേചനമില്ലാതെ കലാമണ്ഡലം വാതിൽ തുറക്കണം. രാമകൃഷ്ണൻ. ലോജിസ്റ്റിക് പാർക്കുകൾക്ക് വ്യവസായ മേഖലാ പദവി. അമേരിക്കയിൽ കൂറ്റൻ പാലം കപ്പൽ ഇടിച്ചു തകർന്നു. സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷണ കമ്മീഷനെ നിയമിച്ച് ഗവർണർ. PhD പ്രവേശന യോഗ്യത നെറ്റുമാത്രം. റൺ പരാഗ്. ഡൽഹിക്കെതിരെ രാജസ്ഥാന് 12 റൺസ് ജയം. ഡോക്ടർ അഫിരാമിയുടെ വേർപാടിൽ വിങ്ങിപ്പൊട്ടി വെള്ളനാട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. വൈക്കം സമരജ്വാലയ്ക്ക് ശനിയാഴ്ച 100. ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ കൂടി അവർണർക്ക് വഴി നടക്കാൻ വേണ്ടി നടത്തിയ വൈക്കം സത്യാഗ്രഹം പിന്നീട് വഴിതെളിച്ചതാവട്ടെ ജനാധിപത്യവും തുല്യതയുമുള്ള ഇന്ത്യയെന്ന വിശാല സ്വപ്നത്തിന്. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും പിന്തുണയോടെ TK മാധവൻ, KP കേശവ മേനോൻ, K കേളപ്പൻ, EV രാമസ്വാമി നായർ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1924 മാർച്ച് 30-നാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. കിഴക്കേനട ഒഴിച്ചുള്ള എല്ലാ റോഡുകളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത് 1925 നവംബർ 23-നാണ് സമരം അവസാനിച്ചത്. വിവേചനമില്ലാതെ കലാമണ്ഡലം വാതിൽ തുറക്കണം. രാമകൃഷ്ണൻ. മോഹിനിയാട്ടം പഠിക്കാൻ ഒരു വിവേചനവുമില്ലാതെ കലാമണ്ഡലത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെന്നാണ് വിശ്വാസമെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. കലാമണ്ഡലത്തിലെ അധ്യയന വിഷയങ്ങളിൽ നർത്തകർക്ക് കൂടി അവസരം ഉണ്ടാകണമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. ഭാരതീയ കലാരൂപങ്ങളിൽ സ്ത്രീകൾ മാത്രം ചെയ്തിരുന്നത് പിന്നീട് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വേദിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മാറ്റം മോഹിനിയാട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. വള്ളത്തോളിന്റെ സ്വപ്നഭൂമിയായ കലാമണ്ഡലത്തിൽ പുരുഷനായി നിന്ന് മോഹിനിയാട്ടം ലിംഗവിവേചനമില്ലാതെ അവതരിപ്പിക്കാൻ കഴിയണം. അത്തരത്തിലുള്ള ഗവേഷണ പ്രബന്ധമാണ് 2017 ഡോക്ടർ NK ഗീതയ്ക്ക് കീഴിൽ കലാമണ്ഡലത്തിൽ PhDക്ക് അവതരിപ്പിച്ചത്. സാക്ഷര കേരളത്തിലെ ആധുനിക സമൂഹം ഇത്രയേറെ വളർന്നിട്ടും ഈ വിധമുള്ള വിവേചനം ഉണ്ടാകാൻ പാടില്ലെന്ന് തന്നെയാണ് എല്ലാ മുക്കിൽ നിന്നും ഉയർന്ന ശബ്ദമെന്നത് ആശ്വാസമാണെന്നും രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ലോജിസ്റ്റിക് പാർക്കുകൾക്ക് വ്യവസായ മേഖലാ പദവി. ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യും. സ്വകാര്യ മേഖലയിലും സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെയും വികസിപ്പിക്കുന്ന ലോജിസ്റ്റിക് പാർക്കുകളിൽ ചുമട്ടുതൊഴിലാളി തർക്കം ഒഴിവാക്കും. ഇതിനായി നിലവിലുള്ള ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യും. കയറ്റിറക്ക് ജോലികൾ പൂർണ്ണമായും യന്ത്രസഹായത്തോടെ നിർവഹിക്കുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള പാർക്കുകളാണ് ലക്ഷ്യം വെക്കുന്നത്. ജൂണോടെ ഇതു സംബന്ധിച്ച നയത്തിന് അന്തിമ രൂപം നൽകും. പാർക്ക് വരുന്ന സ്ഥലങ്ങളെ വ്യവസായ മേഖലകളായി പ്രഖ്യാപിക്കും. ഇവിടെ യന്ത്രസഹായത്തോടെ ജോലികൾ നിർവഹിക്കുന്നതിന് പ്രത്യേക പരിരക്ഷ നൽകും. സംസ്ഥാനത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് ഉപകരിക്കും വിധമുള്ള സംഭരണ കേന്ദ്രങ്ങളാണ് ലോജിസ്റ്റിക് പാർക്കുകൾ വികസിപ്പിക്കുക. അമേരിക്കയിൽ കൂറ്റൻ പാലം കപ്പൽ ഇടിച്ചു തകർന്നു. അമേരിക്കയിൽ മേരിലാൻഡ് സംസ്ഥാനത്തെ ബാൾട്ടിമോർ തുറമുഖത്തിന് സമീപമുള്ള കൂറ്റൻ ഉരുക്കുപാലം കണ്ടെയ്നർ കപ്പൽ ഇടിച്ചു പൂർണ്ണമായും തകർന്ന് പതാപ്സ്കോ നദിയിൽ വീണു. നിരവധി വാഹനങ്ങളും പാലത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ 20ഓളം ആളുകളും നദിയിൽ മുങ്ങി. 2 പേരെ രക്ഷപ്പെടുത്തി. ഒരാളുടെ നില ഗുരുതരമാണ്. 8 ഡിഗ്രി വരെ തണുപ്പുള്ള വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. ചൊവ്വാഴ്ച പുലർച്ചെ 1:30-ക്കായിരുന്നു അപകടം. അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമായിട്ടില്ല. കപ്പലിന്റെ എഞ്ചിൻ കേടായി ഇടിച്ചതാണെന്നാണ് റിപ്പോർട്ട്. സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷണ കമ്മീഷനെ നിയമിച്ച് ഗവർണർ. ജസ്റ്റിസ് റിട്ടയർഡ് A ഹരിപ്രസാദ് തലവൻ. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2 അംഗ കമ്മീഷനെ നിയോഗിച്ചു. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് A ഹരിപ്രസാദിനാണ് നേതൃത്വം.
വയനാട് സെക്ഷൽ ബ്രാഞ്ച് ഡെപ്യൂട്ടി സൂപ്രണ്ട് VG കുഞ്ഞനാണ് രണ്ടാമത്തെ അംഗം. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. PhD പ്രവേശന യോഗ്യത നെറ്റ് മാത്രം. PhD പ്രവേശനം നെറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാക്കാൻ UGC തീരുമാനം. 2024-25 അധ്യയന വർഷം തന്നെ ഇത് നടപ്പാക്കും. ഇതോടെ PhD അഡ്മിഷന് സർവകലാശാലകൾ നടത്തിവന്ന പ്രവേശന പരീക്ഷകൾ ഇല്ലാതാവും. നെറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏത് സർവകലാശാലയിലും PhDക്ക് അപേക്ഷിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് മാറ്റം. മാർച്ച് 13-ന് UGC യോഗം ഇതു സംബന്ധിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നു. നെറ്റ് ജൂണിലും ഡിസംബറിലുമാണ് നടത്തുന്നത്. വരുന്ന ജൂണിലെ പരീക്ഷയുടെ അപേക്ഷ അടുത്തയാഴ്ച ക്ഷണിക്കും. റൺ പരാഗ്. ഡൽഹിക്കെതിരെ രാജസ്ഥാന് 12 റൺസ് ജയം. റിയാൻ പരാഗ് 84. വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത റിയാൻ പരാഗും അച്ചടക്കത്തോടെ പന്തെറിഞ്ഞ ബൗളർമാരും ചേർന്ന് രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലെത്തിച്ചു. IPL 2020 ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 12 റൺസിന് തകർത്താണ് സഞ്ജുവും സംഘവും തുടർച്ചയായ രണ്ടാം ജയം നേടിയത്. സ്കോർ: രാജസ്ഥാൻ 20 ഓവറിൽ 5-ന് 185, ഡൽഹി 20 ഓവറിൽ 5-ന് 173. ഇടിവെട്ട് പരാഗ്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 15, ഓപ്പണർമാരായ ജോസ് ബട്ട്ലർ 11, യശ്വസി ജയ്സ്വാൾ 5 എന്നിവർ മടങ്ങിയതോടെ 3-ന് 36 എന്ന നിലയിൽ തകർന്ന രാജസ്ഥാനെ റിയാൻ പരാഗ് 45 പന്തിൽ 84 കൈപ്പിടിച്ചുയർത്തുകയായിരുന്നു. പ്രമോഷൻ കിട്ടി നേരത്തെ ഇറങ്ങിയ അശ്വിൻ 19 പന്തിൽ 29, ധ്രുവ് ജുറൽ 12 പന്തിൽ 20 എന്നിവരും നല്ല പിന്തുണ നൽകി. ഡോക്ടർ അഭിരാമിയുടെ വേർപാടിൽ വിങ്ങിപ്പൊട്ടി വെള്ളനാട്. ഏകമകൾ പഠനത്തിൽ മിടുക്കി. MBBSന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ. PGക്കും അതേ കോളേജിൽ മെരിറ്റിൽ പ്രവേശനം നേടി. അങ്ങനെ ജന്മനാടായ വെള്ളനാടിന്റെ അഭിമാനമായിരുന്നു ബാലകൃഷ്ണൻ നായരുടെയും രമയുടെയും മകൾ അഭിരാമി. കഠിനാധ്വാനത്തിലൂടെ സ്വന്തമാക്കിയ നേട്ടങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച ചേതനയറ്റ ശരീരമായി അഭിരാമിയെ കണ്ടവരെല്ലാം പൊട്ടിക്കരഞ്ഞു. മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനാകാതെ ചുറ്റും നിന്നവർ നിസ്സഹായരായി. ഭർത്താവ് ഡോക്ടർ പ്രതീഷും മാതാപിതാക്കളും കരഞ്ഞു തളർന്ന അവസ്ഥയിലായിരുന്നു. ചൊവ്വാഴ്ചയാണ് മെഡിക്കൽ കോളേജിന് സമീപം PT ചാക്കോ നഗറിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിൽ അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. വൈക്കം സമരജ്വാലയ്ക്ക് ശനിയാഴ്ച 100. വിവേചനമില്ലാതെ കലാമണ്ഡലം വാതിൽ തുറക്കണം. രാമകൃഷ്ണൻ. ലോജിസ്റ്റിക് പാർക്കുകൾക്ക് വ്യവസായ മേഖലാ പദവി. അമേരിക്കയിൽ കൂറ്റൻ പാലം, കപ്പൽ ഇടിച്ചു തകർന്നു. സിദ്ധാർത്ഥിന്റെ മരണം. അന്വേഷണ കമ്മീഷനെ നിയമിച്ച് ഗവർണർ. PhD പ്രവേശന യോഗ്യത നെറ്റ് മാത്രം. റൺ പരാഗ്. ഡൽഹിക്കെതിരെ രാജസ്ഥാന് 12 റൺസ് ജയം. ഡോക്ടർ അഭിരാമിയുടെ വേർപാടിൽ വിങ്ങിപ്പൊട്ടി വെള്ളനാട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, അറിവിന്റെ ലോകം പരിപാടിയിൽ സിനിമാ നിരൂപണം അവതരിപ്പിക്കുന്നത് യുവിക. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. കുമാരനാശാന്റെ കവിതകളുടെയും ജീവിതത്തിന്റെയും ആത്മാവ് നഷ്ടപ്പെടുത്താതെ അതിസൂക്ഷ്മമായി ആവിഷ്കരിച്ച സിനിമയാണ്. അതും ഇപ്പോഴത്തെ ട്രെൻഡിന് നിരക്കുന്ന രീതിയിലേതല്ല ചിത്രീകരണം. കാറ്റും കടലും തിരകളും പുഴകളും കായലും ചീവീടുകളും മിന്നാമിനുങ്ങുകളും എല്ലാം നിരന്തരം ആവർത്തിക്കുന്ന ഒരു ബൃഹത് ലോകമാണത്. ആത്മഭാഷണത്തിന്റെ ധ്യാനാത്മകമായ സ്വരം അതിൽ നമുക്ക് കേൾക്കാം. അത് കുമാരനാശാന്റേതാണ്. സംവിധായകൻ KP കുമാരനിലൂടെ സംസാരിക്കുന്ന ആശാനെ സിനിമയുടെ ഓരോ ദൃശ്യത്തിലും കാണാം. കവിതയിലേക്കുള്ള വികാരങ്ങളുടെ ഇരച്ചുവരലായി തെളിഞ്ഞതും ഇരുണ്ടതുമായ തിരകൾ സിനിമയിലുടനീളം കാണികളെ പിന്തുടരുന്നു. ബഹളമയമായ സംഭാഷണങ്ങളേക്കാൾ നീണ്ട മൗനങ്ങൾ സിനിമയുടെ അന്തർധാരിയായി വർത്തിക്കുന്നു. ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും മൂർക്കോത്ത് കുമാരനും ആശാന്റെ ജീവിത പങ്കാളി ഭാനുമതിയുമൊക്കെ ജീവസുറ്റ കഥാപാത്രങ്ങളാണ്.
ഗുരുവിന്റെ വിഖ്യാതമായ ഈഴവ ശിവപ്രതിഷ്ഠ സൃഷ്ടിച്ച ചരിത്രപരവും സാംസ്കാരികവുമായ വിച്ഛേദത്തിന്റെ സൃഷ്ടിയാണ് കുമാരനാശാൻ. നാരായണ ഗുരുവും ആശാനും തമ്മിലുള്ള അഗാധമായ ബന്ധം സിനിമയിലുടനീളം ഒരടിയൊഴുക്കായി വർത്തിക്കുന്നുണ്ട്. അയിത്തം കാരണം വഴി നടക്കാൻ പോലും കഴിയാത്ത ജീവിതങ്ങൾ ആശാന്റെ കവിതകളിലേക്ക് കയറി വരുന്നതിലെ സ്വാഭാവികത ഒരു കുയിൽപ്പാട്ട് പോലെ മനോഹരമായി സിനിമ ആവിഷ്കരിക്കുന്നു. ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, ചിന്താവിഷ്ടയായ സീത, കരുണ എന്നീ കൃതികളിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. 1921 മലബാർ കലാപം ആശാന്റെ മനസ്സിൽ സൃഷ്ടിച്ച മുറിവുകൾ ഏറ്റുവാങ്ങുന്നത് ദുരവസ്ഥയിലാണ്. എന്നാൽ അതിന്റെ രചനയിലൂടെ ആശാൻ ഏറെ വേട്ടയാടപ്പെട്ടിരുന്നു എന്നും അതെത്രമാത്രം അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു എന്നതിൻ്റെയും സൂചനകൾ സിനിമ നൽകുന്നുണ്ട്. താമരക്കുളവും പുഴയും കായലും കടലും നിറഞ്ഞ ജീവിതം കത്തുന്ന തീയിലേക്കെത്തുന്ന ദുരവസ്ഥയുടെ രചനാകാലത്താണ്. അപരിഹാര്യമായ ചരിത്ര സന്ദർഭത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദുരവസ്ഥയുടെ ഓർമ്മയെ പുനരാനയിക്കുന്നതിലൂടെ സംവിധായകൻ നിർവഹിക്കുന്ന ദൗത്യം. സിനിമയെ അത് വർത്തമാന കാലത്തോടടുപ്പിക്കുന്നു. കുമാരനാശാൻ എന്നത് ഒരു ഭൂതകാല രതിയല്ല KP കുമാരന്. അത് വർത്തമാനം എടുത്തണിയേണ്ട ഒരു ഓർമ്മ ബിംബമാണ്, മറവിയെ പ്രതിരോധിക്കുന്ന ബിംബം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 137 ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 6ാം ക്ലാസ് C ഡിവിഷനിലെ കൃഷ്ണ ആർ കുമാർ. കൃഷ്ണ ആർ കുമാറിന് ശിവഗിരി HSFMന്റെ അഭിനന്ദനങ്ങൾ. 137 ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: ഫ്രാൻസിലെ ഏതു സ്ഥലത്താണ് ലൂയി പാസ്റ്റർ ജനിച്ചത്? ഉത്തരം ഡോൺ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സിനിമയുടെ സംവിധായകനാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.